പിതാവേ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിലനിൽക്കുന്ന പിതാവ്, നിന്റെ ജീവിതത്തിന്റെ എല്ലാമായിരിക്കുന്ന പിതാവ്, നിന്റെ ജീവിതത്തിന് സന്തോഷം, സമാധാനം, ആശ്വാസം, സുഖം, സൗഖ്യം, ഡോക്ടർ എന്റെ ജീവിതത്തിലെ എല്ലാമാണ്. യഹോവന്റെ ഇടയനാകൃതി മുട്ടുണ്ടാകുകയില്ല. അവൻ പച്ചയായ പുൽപ്പറങ്ങിൽ എന്നെ കിടന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ കാത്തുകൊള്ളുന്നു. യഹോവന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകും, ഞാൻ ആരെ പേടിക്കും? ഇതിൽ കൂടെ എന്താണ് പ്രിയപ്പെട്ടത് നമുക്ക് വേണ്ടത്? അതുകൊണ്ട് ദൈവം നിന്റെ സകലതുമാണ്. സ്വർഗസ്ഥനായ പിതാവിനെ വിളിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുക. നമ്മുടെ ആശ്രയം അവനാണ്. ആദ്യം കടന്നു വരാൻ വയ്യാതെ വഴികളിൽ നമ്മെ സഹായിക്കുന്ന ഈ സ്വർഗത്തിലെ പിതാവാണ്. അപകടങ്ങളിൽ പെടുമ്പോൾ, ആപത്തിൽ പെടുമ്പോൾ, പട്ടിണി കിടക്കുമ്പോൾ, സുഖത്തോടെ ജീവിക്കുമ്പോൾ, ആനന്ദങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ സ്വർഗത്തിലെ പിതാവാണ്. എന്റെ ദൈവം എന്റെ എല്ലാമാണ് എന്ന് പറയണം നാം ജീവിതത്തില്. ഇരുന്നോട്ട് മക്കൾ ഇരുന്നോട്ട്, ഭാര്യ ഇരുന്നോട്ട്, ഭർത്താവ് ഇരുന്നോട്ട്, അവരൊക്കെ ഇരുന്നോട്ട് അവരൊക്കെ കൊണ്ട്. പക്ഷേ അവരൊക്കെ മാറ്റപ്പെടുന്നവരാണ്. അവരൊക്കെ ഒരു പരിധി വരെ വേണം അവരെ കൊണ്ട് സാധിക്കുള്ളൂ. സ്വർഗത്തിലെ സർവശക്തിയുടെ പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടിക്കുന്നവരായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വാസം ഉണ്ടോ? സർവശക്തനായ ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഞാൻ ചോദിക്കുകയാണ് അവരവരുടെ ഹൃദയങ്ങളോട് ചോദിക്കും. എനിക്ക് എന്റെ ദൈവത്തെ വിശ്വാസമുണ്ടോ? എന്റെ ദൈവം സൃഷ്ടിച്ചാണ് ഈ സൂര്യൻ, ഈ ചന്ദ്രന്. എന്റെ ദൈവം സൃഷ്ടിച്ചാണ് എന്റെ ബോഡി ലോകത്തിൽ കാണുന്നതൊക്കെ. എന്റെ ദൈവം സൃഷ്ടിച്ചാണ് മെഡിസിന്. എന്റെ ദൈവം സൃഷ്ടിച്ചാണ് ബുദ്ധി കൊടുത്ത് പഠിപ്പിച്ചതാണ് ഡോക്ടർമാരോടൊക്കെ ചികിത്സിക്കട്ടെ നല്ല കാര്യങ്ങള്. എന്റെ ദൈവം സൃഷ്ടിച്ചതാണ് അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ. പക്ഷെ ഒരാളെ ഉള്ളൂ സൃഷ്ടാവ്, ഒരാളെ ഉള്ളൂ യേശു പിതാവാം ദൈവം, പിതാവും പുത്രനും പരിശുദ്ധായും. കാസാബൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ കേട്ടല്ലോ, തന്റെ മനഗുണത്താൽ ലോകത്തെ മേഞ്ഞുണ്ടാക്കി, തന്റെ മനഗുണത്താൽ എന്നെ മേഞ്ഞുണ്ടാക്കിയ ദൈവം. പ്രാർത്ഥിക്കുവാൻ പ്രിയപ്പെട്ട അങ്ങോട്ടി പ്രാർത്ഥിക്കണം, ധൈര്യമായി പറയണം, തന്റെ മനഗുണത്താൽ എന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഞാൻ ദൈവത്തിന്റെ വകയാണ്. 27 സംഗതി എന്ന് പറയുന്നു. 27 സംഗതി എന്ന് പറഞ്ഞു, യഹോവാന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്ന ഞാൻ ആരെ ഭയപ്പെടും? യഹോവാന്റെ ജീവന്റെ വില ഞാൻ ആരെ പേടിക്കും? നിലവാറ്റിയ ഏരിയാവിന്റെ